ഗോത്രവിഭാഗം വിദ്യാർത്ഥികളുടെ മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി എസ്എഫ്ഐ. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി നിലമ്പൂരിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് എം സുജിത് സമരം ഉദ്ഘാടനം ചെയ്തു. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിൽപ്പെട്ട നിരവധിയായി വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതം എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യമാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ നല്ല സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കപ്പെടുന്ന ആളുകളല്ല. അവരെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ആ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. ആ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അവർക്ക് സാമൂഹികമായ മാറ്റവും ജീവിത നിലവാരം മെച്ചപ്പെടുന്ന സാഹചര്യവും ആ രീതിയിൽ നല്ല തൊഴിലുമായി കൊണ്ട് അവർക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു അധികാരികളായിരിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത്. ഇവിടെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? 400-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ, ആ സ്കൂളിൽ ഇത്തവണ അഡ്മിഷൻ എടുത്ത ആളുകളുടെ എണ്ണം എന്നുള്ളത് 26 വിദ്യാർത്ഥികൾ മാത്രമാണ് അഡ്മിഷൻ എടുത്തത്. ആ അഡ്മിഷൻ എടുത്തത് ആ കുട്ടികളാരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പഠിക്കാൻ പോയവരല്ല, മറിച്ച് 400-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ ഇത്തവണത്തെ അധ്യയന വർഷം പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി പോലും ആ പ്രവേശനോത്സവത്തിന് വന്നില്ല. പ്രവേശനോത്സവത്തിന് ഒരു വിദ്യാർത്ഥി പോലും വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് 26 വിദ്യാർത്ഥികൾ ആകെ എത്തിയത്. എങ്ങനെ ഈ രീതിയിലേക്ക് വരുന്നത്? ഇവിടെയാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് മെന്റർമാരെ നിയോഗിക്കപ്പെടുന്നത്. എന്തിനാണ് ആ മെന്റർമാരെ നിയോഗിക്കപ്പെടുന്നത്? ഇവരെ വീടുകളിൽ പോയി കണ്ട് സംസാരിച്ച് അവരെ സ്കൂളുകളിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മെന്റർമാർക്ക് ഉണ്ടായിരുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ഗോകുൽ ഏലംകുളം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡാനിഷ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ.വി. അദ്നാൻ, ജില്ലാ കമ്മിറ്റി അംഗം സുജീഷ്, ഋതുനന്ദ, ഫഹ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. എസ് എസ് ഗ്രൂപ്പ്, നിലമ്പൂർ.